ഹലോ, വെൽക്കം ടു സ്നേഹ ടേസ്റ്റ് റീൽസ്. ഇന്ന് നമുക്ക് നോർത്ത് ഇന്ത്യൻ സ്റ്റൈൽ ഒരു വഴുതനങ്ങ കറി ഉണ്ടാക്കാം. അതിനാവശ്യമായിട്ടുള്ള വഴുതനങ്ങ ഞാനിവിടെ പറിച്ചെടുക്കുന്നുണ്ട്. വഴുതനങ്ങ എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, ഒരുപാട് വിളഞ്ഞ വഴുതനങ്ങ എടുക്കരുത്, കുറച്ച് പിഞ്ച് നോക്കി എടുക്കണം. ഒരുപാട് വിളഞ്ഞെടുക്കുകയാണെങ്കിൽ കുറച്ച് കയ്പ്പ് വരാനുള്ള ചാൻസ് ഉണ്ട്, അതുകൊണ്ടാണ് നമ്മൾ പിഞ്ചെടുക്കാൻ പറയുന്നത്. പിന്നെ നമുക്ക് വേണ്ടുന്നത് 2 പച്ചമുളക്, 2 തക്കാളി, കുറച്ച് വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു വലിയൊരു സവാള എടുക്കണം, ഇല്ലെങ്കിൽ 2 മീഡിയം സൈസ് സവാള എടുത്താലും മതി. എന്നിട്ട് നമുക്ക് എടുത്തു വെച്ച വഴുതനങ്ങ എല്ലാം ഇതുപോലെ കട്ട് ചെയ്തെടുക്കണം. ഒരുപാട് വലിപ്പം കുറയാതെ ഇത്ര വലിപ്പത്തിൽ തന്നെ നമുക്ക് എല്ലാം കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്യുമ്പോൾ നമുക്ക് ആ മുകളിലത്തെയും കൂടെ ചേർത്താണ് കട്ട് ചെയ്ത് വെക്കുന്നത്. ഇതുപോലെ നമ്മൾ എടുത്തു വെച്ച ആ 3 വഴുതനങ്ങയും ഒരേപോലെ കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്തതിന് ശേഷം നമ്മുടെ വഴുതനങ്ങ ഒന്ന് കഴുകി എടുക്കണം. എന്നിട്ട് ഈ വഴുതനങ്ങയിലെ കറയൊക്കെ പോകാനായിട്ട് നമുക്ക് കുറച്ച് നേരം വെള്ളത്തിലിട്ട് വെക്കാം. എന്നിട്ട് നമുക്കിതിനായിട്ടുള്ളൊരു മസാലക്കൂട്ട് തയ്യാറാക്കണം. അതിനായിട്ട് ആദ്യം തന്നെ ഒരു പാൻ എടുത്ത് അതിലേക്ക് കുറച്ച് മല്ലി, 2 കഷ്ണം പട്ട, 2 ഏലക്ക, കുറച്ച് ഗ്രാമ്പൂ, കുറച്ച് കടലപ്പരിപ്പ്, കുറച്ച് വെളുത്ത എള്ള്, ഒരു വറ്റൽമുളക്, കുറച്ച് ഉലുവയും കൂടെ ഇട്ട് നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ചെറിയൊരു ബ്രൗൺ കളർ ആവുന്ന വരെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. കൈ വിടാതെ തന്നെ ഒന്ന് ഇളക്കി കൊടുക്കണം, ഇല്ലെങ്കിൽ അത് കരിഞ്ഞു പോകും. ഒരുപാട് നേരമൊന്നും എടുക്കത്തില്ല, പെട്ടെന്ന് തന്നെ ഇത് റോസ്റ്റായി വരും. നമ്മുടെ കറിയുടെ ടേസ്റ്റ് ഫുള്ള് മാറ്റിമറിക്കുന്ന ഒരു മസാല പൗഡറാണിത്. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും, സൂപ്പർ ടേസ്റ്റാണ്. ഈ റോസ്റ്റായി വന്നത് നമുക്കൊന്ന് തണുപ്പിച്ചിട്ട് മിക്സിയിലിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഇനി നമുക്കൊരു പാനിൽ കുറച്ച് സൺഫ്ലവർ ഓയിലാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. കുറച്ച് നന്നായിട്ട് തന്നെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ച വഴുതനങ്ങ ഫുള്ളിട്ട് കൊടുത്ത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിൽ ചെറുതായിട്ട് വെള്ളത്തിൻ്റെ അംശം ഉണ്ടായതുകൊണ്ട് പൊട്ടിത്തെറിക്കും, അതുകൊണ്ട് നമുക്കൊന്ന് അടച്ചു വെച്ച് തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇടയ്ക്കൊന്ന് തുറന്ന് എല്ലാം ഒന്ന് തിരിച്ചിട്ട് അപ്പുറം ഇപ്പുറം 2 സൈഡും നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇടയ്ക്കിടയ്ക്കൊന്ന് തിരിച്ചിട്ട് 2 സൈഡും നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. പെട്ടെന്ന് തന്നെ ഫ്രൈ ആകും. ഇതുപോലെ നല്ല കളർ ചേഞ്ച് വരുന്നവരെ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. ഇത് പൊട്ടിത്തെറിക്കുന്നതുകൊണ്ട് ഇടയ്ക്കൊന്ന് അടച്ചു വെച്ച് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഇതൊന്ന് ഫ്രൈ ആയി വരുമ്പോഴേക്കും നമ്മൾ എടുത്തു വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കണം. പച്ചമുളകും ഒക്കെ ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് എടുത്തു വെച്ച സവാള വെറും ചെറുതായിട്ട് തന്നെ നന്ദി കാണുന്ന പോലെ അരിഞ്ഞെടുക്കാം. പിന്നീട് നമ്മൾ എടുത്തു വെച്ച 2 തക്കാളിയും കൂടെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞ് മാറ്റി വെക്കാം. എന്നിട്ട് നമുക്കൊരു പാൻ എടുത്തിട്ട് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അത് ചൂടായി വരുമ്പോഴേക്കും കുറച്ച് കടുക്, കുറച്ച് ചെറിയ ജീരകം, കുറച്ച് വലിയ ജീരകവും കൂടി ഇട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. എന്നിട്ട് അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച സവാള, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. ഇത്രയും നന്നായിട്ടൊന്ന് കളർ ചേഞ്ച് വരുന്ന വരെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. നമ്മുടെ സവാളയുടെ കളറൊക്കെ ഒന്ന് ചേഞ്ചായി വരുമ്പോഴേക്ക് നമുക്കിതിലേക്ക് പൊടിവർഗ്ഗങ്ങൾ ഇട്ട് കൊടുക്കാം. ഇതിലിപ്പോൾ ഒരുപാട് പൊടി ഇടുന്നില്ല, കാരണം നമുക്ക് നല്ല മസാലക്കൂട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ വേണ്ടുന്നത് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് എരിവിനായിട്ടുള്ള മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ ഒരു പച്ച മണം മാറുന്ന വരെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച തക്കാളിയോടെ ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി ഇട്ട് ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. മല്ലിയില ഇഷ്ടമുള്ളവർ മല്ലിയില ഇട്ട് കൊടുത്താലും സൂപ്പർ ടേസ്റ്റാണ്. ഇത് നന്നായി വഴന്നു വന്ന ശേഷം നമുക്കിതിലേക്ക് ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടുന്നത്. നമുക്ക് ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള ചൂടുവെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. വെള്ളം കൂടെ ഒഴിച്ചൊന്ന് തിളച്ച് വരുമ്പോൾ തന്നെ നമുക്ക് വഴുതനങ്ങ റോസ്റ്റ് ചെയ്തതുകൂടി ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം.
നമ്മൾ എണ്ണയില്ലാതെ ആ ഓരോന്നോരോന്നായിട്ട് റോസ്റ്റ് ചെയ്ത വഴുതനങ്ങ ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഭയങ്കര സിമ്പിളും ഭയങ്കര സൂപ്പർ ടേസ്റ്റുമാണിത്. ഇടയ്ക്കിടയ്ക്ക് നമുക്ക് വെറൈറ്റി ഇഷ്ടപ്പെടുന്നവർ ഇതുപോലൊന്ന് ഉണ്ടാക്കി നോക്കണം. റോസ്റ്റ് ചെയ്ത വഴുതനങ്ങ എല്ലാം ഇതിലേക്ക് ഇട്ടതിന് ശേഷം നമുക്ക് ആ പൊടിച്ച് വെച്ച മസാലപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കണം. മസാലപ്പൊടി ഇടുമ്പോൾ ശ്രദ്ധിക്കണം, ഒരുപാട് ഇടരുത്, കയ്പ്പ് വരും. അതുകൊണ്ട് ആവശ്യത്തിന് മാത്രം ഇട്ട് കൊടുക്കുക. ഒന്ന് ഇളക്കി ഒന്ന് കുറുകി വരുമ്പോൾ തന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. നമ്മുടെ സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ള വഴുതനങ്ങ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. പ്രത്യേക ഒരു മണവും ടേസ്റ്റുമാണ് ഇതിന്. എന്തായാലും തീർച്ചയായും ഇതെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. ചൂട് ചപ്പാത്തിയുടെ കൂടെയും ചൂട് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ സൂപ്പർ ടേസ്റ്റാണ്. ഞാനിവിടെ ചൂട് ചപ്പാത്തിയുടെ കൂടെ കഴിക്കുന്നത്. ചൂടോടെ തന്നെ ഈ കറി കഴിക്കുമ്പോഴാണ് അതിൻ്റെ കറക്റ്റ് ടേസ്റ്റും ഒക്കെ നമുക്ക് മനസ്സിലാകത്തുള്ളൂ. ഇനി വഴുതനങ്ങ എടുക്കുമ്പോൾ ഇതെന്തായാലും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണേ. ചൂട് ചപ്പാത്തിയിലേക്ക് കുറച്ച് നെയ്യോടെ തേച്ച് നമുക്ക് ഈ കറിയുടെ കൂടെ കഴിക്കാൻ സൂപ്പർ ടേസ്റ്റാണ്. വീഡിയോ ഇഷ്ടമായാലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്